Hi friends, ജിയോയുടെ ആനുവൽ ജനറൽ മീറ്റ് അതായത് AGM വർഷാവർഷവും നടത്തുന്ന ഈ മീറ്റിലാണ് ജിയോ അവരുടെ പുതിയ പ്ലാനുകളും അമ്പരപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ടെക് പ്രേമികളൊക്കെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ഇവന്റാണത്. 2021 AGMന്റെ ഡേറ്റ് ജിയോ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ വരുന്ന ജൂൺ 24 ഈ ജിയോയുടെ ആനുവൽ മീറ്റ്. പക്ഷെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ആനുവൽ മീറ്റിന് ഒരാഴ്ച മുമ്പ് ജിയോ ഫൈബർ അവരുടെ പോസ്റ്റ് പെയ്ഡ് പ്ലാനുകൾ അനൗൺസ് ചെയ്തേക്കുവാണ്. അനൗൺസ് ചെയ്യുക മാത്രമല്ല, ഇന്നലെ മുതൽ അത് നിലവിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ജിയോ ഫൈബറിന്റെ പോസ്റ്റ് പെയ്ഡ് പ്ലാനുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അങ്ങനെ ചെയ്താൽ ഞാനിടുന്ന കൂടുതൽ വീഡിയോകൾ ഒന്നും മിസ്സാകാതെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ജിയോ ഫൈബർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ 2 വർഷമായി. ഈ 2 വർഷം വരെ പ്രീപെയ്ഡ് പ്ലാനുകൾ മാത്രമായിരുന്നു ജിയോയ്ക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ പോസ്റ്റ് പെയ്ഡ് ലോഞ്ച് ചെയ്തപ്പം പ്രീപെയ്ഡുമായിട്ടുള്ള പ്രധാന വ്യത്യാസം, അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പ്രീപെയ്ഡിന് നമ്മൾ കൊടുക്കേണ്ടിയിരുന്ന ഇൻസ്റ്റലേഷൻ ചാർജും സെക്യൂരിറ്റി ഡിപ്പോസിറ്റും പോസ്റ്റ് പെയ്ഡിൽ ഒഴിവാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇനി നമുക്ക് കൂടുതൽ ജിയോയുടെ പ്ലാനുകളെ കുറിച്ച് അറിയാൻ വേണ്ടി അവരുടെ സൈറ്റിൽ ഒന്ന് കയറി നോക്കിയിട്ട് വരാം. ജിയോയുടെ സൈറ്റിൽ ജിയോ ഫൈബറിന്റെ സെക്ഷനിൽ ചെന്നാൽ നമുക്ക് അവിടെ നിന്നും പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇൻട്രൊഡ്യൂസിംഗ് ജിയോ ഫൈബർ പോസ്റ്റ് പെയ്ഡ്, ചൂസ് ഫ്രം 6 to 12 months പ്ലാൻ, 0 ഇൻസ്റ്റലേഷൻ ചാർജ്, 0 സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, ഓൾവേസ് ഓൺ സർവീസ് എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാവുന്നതാണ്. കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടി 2 പ്ലാനുകളാണ് ജിയോ ഓഫർ ചെയ്യുന്നത്: സെമി ആനുവൽ ആൻഡ് ആനുവൽ. സെമി ആനുവൽ പ്ലാനിൽ, അതായത് 6 മാസത്തേക്കുള്ള പ്ലാനിലെ ഏറ്റവും കുറഞ്ഞ തുകയായ 2394 രൂപ എന്നത് ജിയോ പ്രീപെയ്ഡിന്റെ 399 പ്ലാനിനോട് സമമാണ്. എല്ലാ പ്ലാനുകളിലും ഫലത്തിൽ വരുന്ന മന്ത്ലി റെന്റൽ പ്രീപെയ്ഡ് പ്ലാനുമായി യാതൊരു രീതിയിലും വ്യത്യാസമില്ല. സെമി ആനുവൽ പ്ലാനിൽ ഇന്റർനെറ്റിന്റെ സ്പീഡിനനുസരിച്ച് 2394 മുതൽ 50994 വരെയാണ് വിവിധ പ്ലാനുകൾ. ആനുവൽ പ്ലാനിലേക്ക് വന്നാൽ 4788 രൂപ മുതൽ 1,1988 വരെ പോകുന്നു. പ്ലാനുകളുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയാൽ അവിടെ ഓരോ പ്ലാനിൻ്റെ സ്പീഡ്, അതിൻ്റെ കൂടെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇവയെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടുന്ന് തന്നെ നമുക്ക് കണക്ഷൻ ബുക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. പേരും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത ശേഷം ജനറേറ്റ് OTP കൊടുത്ത് വരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് കണക്ഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. 2 രീതിയിലുള്ള പ്ലാനുകളാണ് ജിയോ ഫൈബർ പോസ്റ്റ് പെയ്ഡ് അവതരിപ്പിച്ചിരിക്കുന്നത്: സെമി ആനുവലും ആനുവലും. നമ്മൾ 6 മാസത്തേക്കോ അല്ലെങ്കിൽ 1 വർഷത്തേക്കുമുള്ള കാലാവധിയിലാണ് നമ്മൾ കണക്ഷൻ എടുക്കേണ്ടത്. ഈ പ്ലാനുകളിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് തീരുമാനിച്ച ശേഷം ഈ കാലയളവിലേക്കുള്ള തുക അഡ്വാൻസ് ആയിട്ട് പേ ചെയ്ത ശേഷമാണ് നമുക്ക് കണക്ഷൻ തരുന്നത്. കൂടാതെ നിങ്ങൾക്ക് സെറ്റ് ടോപ്പ് ബോക്സ് ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് 1000 രൂപ റീഫണ്ടബിൾ എമൗണ്ട് അടയ്ക്കുകയും വേണം. ജിയോ ഫൈബർ പ്രീപെയ്ഡിൽ ഉണ്ടായിരുന്ന 1 മാസത്തെ ഫ്രീ യൂസേജ് പോസ്റ്റ് പെയ്ഡിൽ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലെ മന്ത്ലി റെന്റ് എന്ന് പറഞ്ഞാൽ പ്രീപെയ്ഡിന്റെ തന്നെ സമാനമായിട്ടുള്ള റെന്റാണ്. 399 രൂപ മുതൽ തുടങ്ങുന്ന വിവിധ പ്ലാനുകളാണുള്ളത്. അതൊക്കെ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പ്രീപെയ്ഡിന്റെ പ്ലാനുകളെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ മുമ്പത്തെ വീഡിയോ കയറി കണ്ടാൽ മതി. ഇതിൽ ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. ആ പ്ലാനുകളോട് സമാനമായ പ്ലാനുകൾ തന്നെയാണ് പോസ്റ്റ് പെയ്ഡിലുള്ളത്. പിന്നെ ഈ പ്രീപെയ്ഡിനെ അപേക്ഷിച്ച് പോസ്റ്റ് പെയ്ഡിനുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്ന് പരിശോധിക്കാം. പ്രധാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോസ്റ്റ് പെയ്ഡിന് ഇൻസ്റ്റലേഷൻ ചാർജോ സെക്യൂരിറ്റി ഡിപ്പോസിറ്റോ കൊടുക്കണ്ട എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ കണക്ഷൻ എടുക്കേണ്ട കാലയളവിലേക്ക് കണക്ഷൻ കട്ടാകും എന്ന പേടിയൊന്നും വേണ്ട. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യാൻ പോകണ്ട എന്നാണ് ഒരു സൗകര്യം. പിന്നെ ദോഷം എന്ന് പറഞ്ഞാൽ, നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ ഇൻസ്റ്റലേഷൻ ചാർജോ കൊടുക്കുന്നില്ലേ പോലും കണക്ഷൻ എടുക്കുന്ന കാലയളവിലേക്കുള്ള, അതായത് 1 വർഷം അല്ലെങ്കിൽ 6 മാസം, ആ കാലയളവിലേക്കുള്ള എമൗണ്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യണം എന്നുള്ളതാണ് ദോഷം. അത് മാത്രമല്ല, പ്രീപെയ്ഡിൽ കിട്ടുന്ന 1 മാസത്തെ ഫ്രീ യൂസേജ് പോസ്റ്റ് പെയ്ഡിൽ ഉണ്ടാവുന്നതല്ല. അപ്പൊ ഇതൊക്കെയാണ് ജിയോ ഫൈബറിന്റെ ഏറ്റവും പുതിയ പോസ്റ്റ് പെയ്ഡ് പ്ലാനിന്റെ വിവരങ്ങൾ. ഇനി നമുക്ക് ജൂൺ 24 നടക്കുന്ന ജിയോ ഫൈബറിന്റെ ആനുവൽ ജനറൽ മീറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഗൂഗിളുമായി ചേർന്ന് ജിയോ അവതരിപ്പിക്കുന്ന അവരുടെ ഏറ്റവും വില കുറഞ്ഞ 5G ഫോണ്, പിന്നെ ജിയോയുടെ 5G നെറ്റ്വർക്ക് റോൾ ഔട്ട്, പിന്നെ ജിയോയുടെ ഏറ്റവും വില കുറഞ്ഞ ലാപ്ടോപ്പായ ജിയോ ബുക്കിന്റെ അനൗൺസ്മെന്റ്, ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ റൂമറായിട്ട് പരക്കുന്നത് ഈ വാർത്തകളൊക്കെയാണ്. എന്താണെന്ന് നമുക്ക് കാത്തിരിക്കാം. ജൂൺ 24 വരെ അവരുടെ ആനുവൽ ജനറൽ മീറ്റിന് കാത്തിരിക്കാം. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ജിയോയുടെ പുതിയ അനൗൺസ്മെന്റുകൾ നമ്മുടെ ചാനലിലൂടെ എത്രയും വേഗം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.